ഇന്നായിരുന്നു മണാലിയിലെ അവസാന ദിവസം. രാവിലെ തന്നെ ഞങ്ങൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പുറത്തേക്കിറങ്ങി. ഹോട്ടലിന് മുൻവശത്ത് തന്നെ ഒരുപാട് ആപ്പിൾ തോട്ടങ്ങളുണ്ടായിരുന്നു. സീസൺ അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ എല്ലാം ഇലകൊഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ വന്നത് കുളുവിലേക്കാണ് പാരാഗ്ലൈഡിംഗ് ചെയ്യാൻ. അവിടെ വന്ന് പാരാഗ്ലൈഡിംഗ് ബുക്ക് ചെയ്തു. 2 പേർക്ക് കൂടി അവർ 7,000 ആയിരുന്നു പറഞ്ഞത്. ഞാൻ ബാർഗെയിൻ ചെയ്ത് അത് ഒരാൾക്ക് 2,900 എന്ന നിലയിലേക്ക് മാറ്റി. എല്ലാം പറഞ്ഞുറപ്പിച്ചതിന് ശേഷം അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഓഫ് റോഡാണ്. ഒരു വലിയ മലമുകളിലേക്ക്. റോഡിൻ്റെ വീതി എന്ന് പറയുന്നത് കഷ്ടിച്ച് ഒരു വണ്ടിക്ക് പോകാൻ പറ്റുന്ന വീതിയായിരുന്നു. അത്യാവശ്യം ദൂരം സഞ്ചരിച്ച് അവസാനം ഞങ്ങൾ ഞങ്ങളുടെ പാരാഗ്ലൈഡിംഗ് സ്പോട്ടിലെത്തി. അവിടെ ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും റെഡിയായിരുന്നു. ഞങ്ങൾ 2 പേർക്കും ആദ്യമായി ചെയ്യുന്നതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും ചെയ്യേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസും അവർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല പേടി തോന്നും. കാരണം ആ സ്ഥലം നല്ല രീതിയിൽ സ്ലിപ്പാവുന്നുണ്ടായിരുന്നു. ഞങ്ങൾ മെല്ലെ മെല്ലെ നടന്ന് പാലത്തിനടുത്തെത്തി. എല്ലാ സേഫ്റ്റിയും ഉറപ്പുവരുത്തി കയ്യിൽ ഗോപ്രോവും തന്ന് അവർ പറക്കാൻ റെഡിയായി. ശ്രീകുട്ടി ആ റൈഡ് നല്ലപോലെ എൻജോയ് ചെയ്തു. ഞാൻ വിചാരിച്ചതുപോലെ അവൾക്ക് ഒരു തരത്തിലുള്ള പേടിയും ഉണ്ടായിരുന്നില്ല. താഴെയുള്ള ആപ്പിൾ തോട്ടങ്ങളെക്കുറിച്ചും ദൂരെയുള്ള മലമുകളെക്കുറിച്ചും ഇൻസ്ട്രക്ടർ നല്ല രീതിയിൽ ശ്രീകുട്ടിക്ക് പറഞ്ഞു കൊടുത്തു. 10 മിനിറ്റ് നേരത്തെ ആകാശക്കാഴ്ചയ്ക്ക് ശേഷം അവർ താഴേക്കിറങ്ങി. അതേസമയം തന്നെ ഞങ്ങൾ പോകാൻ റെഡിയായി. സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്ക് നല്ല രീതിയിലുള്ള പേടിയുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഓടി താഴേക്കിറങ്ങി. ഓട്ടോമാറ്റിക്കലി ഞങ്ങൾ മുകളിലേക്ക് പൊന്തി ഉയർന്നു. അവിടെ നിന്ന് താഴേക്ക് വഴുതി വീഴുന്ന ഒരു ഫീലായിരുന്നു എനിക്ക്. കുറച്ച് മുകളിലേക്ക് എത്തിയപ്പോൾ എല്ലാം സ്റ്റഡിയായി. അതിനുശേഷം ഞാൻ ആകാശക്കാഴ്ച നല്ല പോലെ എൻജോയ് ചെയ്തു തുടങ്ങി. ഉയരം എനിക്ക് നല്ലപോലെ പേടിയുണ്ടെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. താഴേക്ക് നോക്കുമ്പോൾ തന്നെ എൻ്റെ ചിന്ത പോയത് ഇതിപ്പോൾ പൊട്ടി വീണാൽ എന്താകുമെന്നാണ്. അതുപോലുള്ള ഒരുപാട് 100 കൂട്ടം ചിന്തകളുമായി ഞാൻ ആ യാത്ര തുടർന്നു. ദൂരെയുള്ള മഞ്ഞുമലകളും താഴെയുള്ള ബയാസ് നദിയും കണ്ട് ഞാൻ നല്ലപോലെ ആ യാത്ര എൻജോയ് ചെയ്തു. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഇത് ചെയ്യാത്തവർ ചെയ്തു നോക്കണമെന്നാണ് എനിക്ക് തോന്നിയത്. ഗോപ്രോയിൽ പകർത്തുന്ന ഈ കാഴ്ചകൾക്ക് 500 രൂപ നിരക്കിൽ പെർ ഹെഡ് കൊടുക്കണം. ഭയവും സന്തോഷവും ഒരുമിച്ച് തോന്നിയ ഒരു നിമിഷമായിരുന്നു അത്. ഈ ആകാശയാത്രയ്ക്കിടയിൽ സ്വന്തം ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റിസ്കിലായിരിക്കും. താഴേക്കുള്ള ലാൻഡിങ്ങിന് തയ്യാറെടുക്കുമ്പോൾ പലതരത്തിൽ അവർ പാരച്യൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമായി വളക്കും. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ പേടിക്കുന്ന ഒരു നിമിഷമാണത്.
ആകാശത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായി അപ്പൂപ്പൻ താടികളെ പോലെ പറന്നു നടക്കുമ്പോൾ എനിക്ക് നല്ല രീതിയിലുള്ള പേടിയാണ് സന്തോഷത്തേക്കാൾ കൂടുതൽ തോന്നിയത്. പേടി കാരണം താഴെയുള്ള മനോഹരമായ ആപ്പിൾ തോട്ടങ്ങളോ കാഴ്ചകളോ എൻ്റെ കണ്ണിൽ പെട്ടില്ല. പത്ത് മിനിറ്റ് നേരത്തെ അതിമനോഹരമായ ആ യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ താഴേക്ക് ലാൻഡ് ചെയ്തു. ആ കാണുന്ന മലമുകളിൽ നിന്നാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത്. പാരാഗ്ലൈഡിംഗ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് റിവർ റാഫ്റ്റിങ്ങിലേക്കാണ്. ഇവിടെ 3 തരത്തിലുള്ള റൈഡാണുള്ളത്: സ്മോൾ, മീഡിയം, ലാർജ്. ഞങ്ങൾ മീഡിയം റൈഡാണ് എടുത്തത്. 7 കിലോമീറ്റർ ദൂരവും 30 മിനിറ്റ് ദൈർഘ്യവും വരുന്ന ഒരു യാത്ര. പെർ ഹെഡ് 2000 രൂപയായിരുന്നു ഞങ്ങളുടെ കയ്യിൽ നിന്ന് അവർ ചാർജ് ചെയ്തത്. സേഫ്റ്റി മെഷേഴ്സ് എല്ലാം ഇട്ട് താഴേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഞങ്ങൾക്കായുള്ള ബോട്ട് റെഡിയായിരുന്നു. വളരെ ശക്തിയായി ഒഴുകുന്ന ബിയാസ് നദിയിലെ ബോട്ട് വെച്ച് ഞങ്ങൾ രണ്ടുപേരും ആ ബോട്ടിലേക്ക് കയറി. ഇതിലും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് സ്വന്തം റിസ്കിലാണെന്ന് മുൻകൂട്ടി പറഞ്ഞാണ് അവർ ബോട്ടിലേക്ക് കയറ്റിയത്. വാച്ചും ഷൂവും എല്ലാം കാറിൽ തന്നെ അഴിച്ചു വെച്ച് ഞങ്ങൾ ബോട്ടിലിറങ്ങി യാത്ര തുടർന്നു. വളരെ സാവധാനം ഒഴുകുന്ന ഒരു ബിയാസ് നദിയായിരുന്നു യാത്രയുടെ തുടക്കത്തിൽ ഞങ്ങൾ കണ്ടത്. നമ്മൾ ആവശ്യപ്പെട്ടാൽ അവർ ഗോപ്രോയിൽ വീഡിയോ എടുത്ത് നമുക്ക് തരുന്നതാണ്. കുറച്ചു ദൂരം മുന്നോട്ടെത്തിയപ്പോൾ തന്നെ ബിയാസ് നദിയുടെ മട്ടുമാറി. ഒഴുക്കിൻ്റെ വേഗത കൂടി. പല സ്ഥലങ്ങളിലായി ചെറിയ ചെറിയ ചുഴികളും പലതും ഞങ്ങൾ കണ്ടു. വലിയ വലിയ ചുഴികൾ വരുമ്പോൾ പിന്നിൽ നിന്ന് അദ്ദേഹം നമുക്ക് ഇൻസ്ട്രക്ഷൻ തരും. അധികം പേടിക്കേണ്ടതായി ഒന്നുമില്ലെങ്കിലും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു റൈഡ് തന്നെയാണ് ഈ റിവർ റാഫ്റ്റിംഗ്. കുറച്ചു ദൂരം ബിയാസ് നദിയിലൂടെ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ നനഞ്ഞു. റിവർ റാഫ്റ്റിംഗ് തുടങ്ങുമ്പോൾ തന്നെ വാച്ചും ഷൂസും എല്ലാം അഴിച്ചു വെക്കാൻ അവർ നിർദ്ദേശം നൽകിയിരുന്നു. വെള്ളം കുറവായതുകൊണ്ടാണോ എന്നറിയില്ല, പലയിടത്തും ഞങ്ങൾ പ്രതീക്ഷിച്ചത്ര അഡ്വഞ്ചർ കിട്ടിയില്ല. എന്നാലും നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അവരുടെ വണ്ടിയിൽ തന്നെ തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തിച്ചേർന്നു. പാരാഗ്ലൈഡിങ്ങും റിവർ റാഫ്റ്റിങ്ങും കഴിഞ്ഞ് ഞങ്ങൾ അടുത്തതായി പോയത് വൈഷ്ണവ് മാതാ ടെമ്പിളിലേക്കായിരുന്നു. അമ്പലത്തിൽ കയറുന്നതിന് മുമ്പായി ദേവിക്ക് ചാർത്താനായി പട്ടും വളയും അടങ്ങുന്ന ഒരു കുട്ട ഞങ്ങളെ കയ്യിലേക്ക് തന്നു. ഉള്ളിലേക്ക് കയറിയപ്പോൾ നുഴഞ്ഞു നീങ്ങി വേണം നമ്മൾ ഉള്ളിലേക്ക് എത്താൻ. അവിടെ വലിയൊരു പ്രതിഷ്ഠ. ഞങ്ങൾ രണ്ടുപേരും കൂടി ദേവിക്ക് പട്ടും ചാർത്തി നേരെ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി. പല നിലകളിലായി പല പ്രതിഷ്ഠകളും ഈ അമ്പലത്തിലുണ്ട്. ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഈ അമ്പലത്തിൻ്റെ ഫുൾ വ്യൂ കാണുന്നത്. ഒരു വലിയ പാറ തുരന്നാണ് ഈ അമ്പലം ഉണ്ടാക്കിയത്. പുറത്ത് തന്നെ മനോഹരമായി ഒഴുകുന്ന ബിയാസ് നദിയും നമുക്ക് ഇവിടെ വെച്ച് കാണാം. നിങ്ങളൊരു വിശ്വാസിയാണെങ്കിലും ഇല്ലെങ്കിലും മണാലിയിൽ വന്നാൽ ഈ സ്ഥലം മിസ് ചെയ്യാതിരിക്കുക. വളരെ മനോഹരമാണ് അതിൻ്റെ സ്ട്രക്ചറും കാഴ്ചകളും. തിരിച്ചിറങ്ങി ആ കുട്ട കൊടുക്കുമ്പോൾ പ്രസാദവും സിന്ദൂരവും നമുക്ക് തന്ന് 250 രൂപ അവിടെ കൊടുത്ത് നമുക്ക് താഴേക്ക് ഇറങ്ങാം. അമ്പലത്തിൻ്റെ വകയായി നമുക്ക് ഫുഡും അവിടെ ഫ്രീ ആയിട്ടുണ്ട്. എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കണമെന്നില്ല ഫുഡ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ പുറത്തേക്കിറങ്ങി മറ്റൊരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച് നേരെ ബസ്സിൽ കയറി. ഹോട്ടലിൽ നിന്ന് തന്നെ പാർസൽ വാങ്ങിയതുകൊണ്ട് ഞങ്ങൾക്ക് ബസ് നിർത്തിയപ്പോൾ ഫുഡ് കഴിക്കാനായി ഇറങ്ങേണ്ടി വന്നില്ല. അങ്ങനെ ഞങ്ങൾ മണാലി വിട്ട് ഡൽഹിയിലേക്കുള്ള യാത്ര തുടർന്നു.